നമ്മളിപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിലോട്ടാട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയും കാറ്റായിരുന്നു കേട്ടോ. പക്ഷെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ ഒരു തടസ്സമാണോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 35 to 40 മിനിറ്റ്സ് ആട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇങ്ങോട്ട് വരും. ഞാൻ ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എന്റെ ലൈഫിലെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ ലൈഫിലൂടെ കടന്നുപോയ പല കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എനിക്കിടക്ക് മിറാക്കിളായിട്ട് തോന്നുന്നു. അത് മിറാക്കിളൊന്നും അല്ലാതെ ഇവിടുത്തെ അനുഗ്രഹമാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഉണ്ടല്ലോ മൈൻഡ് ഒക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നും. ആസ് യൂഷ്വൽ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. നമ്മൾ അമ്പലക്കുളത്തിൽ വന്ന് കാലെല്ലാം കഴുകിയ ശേഷം കേട്ടോ ക്ഷേത്രത്തിനുള്ളിൽ കയറിയത്. അപ്പൊ ഇവരെ ശല്യപ്പെടുത്താതെ നമുക്ക് കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ ക്ഷേത്രത്തിൽ പോവാം. തൊഴുതിറങ്ങിയ ശേഷം നേരെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂലോട്ട് പോയി. ഈ അന്നദാനത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അതിപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കറിയാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞാൻ ഇങ്ങോട്ടാട്ടോ വന്നത്. പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇവിടെ വന്ന് ഇതുപോലെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക്. നല്ല ചന്ദനത്തിന്റെയും മുല്ലപ്പൂവിന്റെയും മണമായിരിക്കട്ടോ ഈ വഴികളിലൊക്കെ. ആൻഡ് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീൽ ചെയ്യും എനിക്ക്. കുറച്ച് നാളത്തേക്ക് ഓടാനുള്ള എനർജി ആയിട്ടാട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ഈ ചാനൽ പുതിയതാണ്. സോ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ പ്ലീസ്